ഈ കളേഴ്സ് എല്ലാം ആക്ച്വലി ഈ RGB വാല്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റും, അതുപോലെ ഹെക്സ് കോഡായിട്ട് കൊടുക്കാൻ പറ്റും. ബട്ട് ഇന്നത്തെ മോഡേൺ എഡിറ്റേഴ്സിലെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് കളർ പിക്കർ യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സോ ഡിഫറെന്റ് വേസ് ഓഫ് ഡൂയിങ് ഉണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് നമുക്ക് ഈ പറയുന്ന കോഡിന്റെ അകത്ത്, അതായത് നമ്മളിപ്പം സ്റ്റൈലിംഗ്, ഈ പാരഗ്രാഫിന്റെ സ്റ്റൈലിംഗ് അതിന്റെ ടാഗിന്റെ അകത്താണ് കൊടുത്തത്. അതുപോലെ എന്താണ് ബോഡി എന്ന് പറയുന്ന പാർട്ടിന്റെ സെക്ഷൻ അല്ലെങ്കിൽ ടാഗിന്റെ സ്റ്റൈലിംഗ് അതിന്റെ അകത്ത് അതത് കൊടുത്തു. സോ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റൈലിംഗ് എല്ലാം കൂടെ വേറൊരു ടാഗിലോട്ട് മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിന് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ CSSലോട്ട് മാറ്റുക എന്ന് പറയുന്നത്. സോ നമുക്കത് അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്യും. ഓക്കെ. ഓക്കെ, അത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അതാത് പാർട്ടിന്റെ ഇൻഫർമേഷൻ നമുക്ക് അതിന്റെ അകത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. സോ ബോഡി എന്ന് പറയുന്നതിന്റെ അകത്ത് നമുക്ക് ടാഗിന്റെ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. സോ ഈ ഒരു പാർട്ട് നമുക്ക് അതിന്റെ അകത്ത് നിന്ന് എടുക്കാം. ഓക്കെ. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിന്നെ അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ബോഡി കാസ്റ്റ് സ്റ്റൈലിംഗ് ലൈക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു റീജിയനിൽ പറയുന്നതേ ഉള്ളൂ. ഓക്കെ. ദെൻ H1ന്റെ സ്റ്റൈൽ. H1ൽ ഏത് ടാഗ് ഉണ്ടാക്കിയാലും അതിനെല്ലാം ഈ ഒരു സ്റ്റൈൽ ആയിരിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ ഐ ക്യാൻ മൂവ് ടു ഹിയർ. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ഇവിടെ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ദെൻ നമ്മൾ ചെയ്തത് P എന്ന് പറയുന്ന ടാഗിന്റെ സ്റ്റൈലിംഗ് ആണ്. ഓക്കെ. സോ P, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, നോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ, ജസ്റ്റ് കളർ. സോ ആക്ച്വലി ഇപ്പൊ ഞാൻ P എന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ രണ്ട് Pക്കും ആ ഒരു സ്റ്റൈലിംഗ് വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഞാൻ ഈ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു P ടാഗിന് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ആ സ്റ്റൈൽ അപ്ലൈ ചെയ്തത്. സോ ബട്ട് നൗ ഞാൻ മുകളിലോട്ട് മൂവ് ചെയ്തപ്പം ആക്ച്വലി രണ്ട് P ടാഗിനും ഈ ഒരു കളർ അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ. സോ സ്പെസിഫിക്കലി ഇതിന് മാത്രമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇതിനൊരു നെയിം നമ്മൾ കൊടുക്കണം. P2 എന്ന് കൊടുത്ത് നോക്കാം. ദെൻ ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഓക്കെ. ഐ തിങ്ക് ഓക്കെ. ഇതിനൊരു അഗെയിൻ ഒരു നെയിം കൊടുത്തതിന് ശേഷം അത് കൊടുക്കാൻ പറ്റും. ബട്ട് റൈറ്റ് നൗ സം എന്തോ ഒരു എറർ ഉണ്ട്. ഓക്കെ. എനിവേ ദാറ്റ് ഈസ് പോസിബിൾ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ടാഗിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് സ്റ്റൈലിംഗ് കൊടുക്കാൻ പറ്റും. അത് ഇവിടെ ഒരു എക്സ്ട്രാ അതിനൊരു പേരും കൂടെ കൊടുത്തതിന് ശേഷമാണ് അത് ഒരു എനിക്ക് തോന്നുന്നു ID എന്നാണ് തോന്നുന്നത്. ഐദർ ഞാൻ താഴെ കൊടുക്കുന്നതിൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ മുകളിൽ കൊടുക്കുന്ന ഈ ഒരു മെൻഷൻ ചെയ്യുന്ന പാർട്ടിൽ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വർക്ക്ഔട്ട് ആവാത്തത്.
ബട്ട് സ്റ്റിൽ അത് നമുക്ക് വി ക്യാൻ ആക്ച്വലി എക്സ്പ്ലോർ ഹൗ ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ അതായത് പ്ലേസിൽ മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് ആ ടാഗിന് വേണ്ടി മാത്രമായിട്ട് സ്റ്റൈലിംഗ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസിക് ഫസ്റ്റ് ലെവൽ ഒരു വെബ് പേജ് ഡിസൈനിങ് പോസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസർ ഇൻപുട്ട് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ, ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഈ ലെവലിൽ ആക്ച്വലി സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ടാഗിന്റെ അണ്ടറിലോട്ട് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തു എന്നുള്ളത്. ബട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു സെപ്പറേറ്റ് ഫയലിലോട്ട് മാറ്റാം ഈ സ്റ്റൈലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അതിനായിട്ട് അത് ചെയ്യാനായിട്ട് ഞാനിവിടെ അനദർ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ബട്ട് അതിന്റെ പേര് വിത്ത് .css എക്സ്റ്റൻഷൻ ആയിരിക്കണം. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ ഈ സ്റ്റൈലിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതിലോട്ട് മാറ്റുവാണ്. പക്ഷെ ഞാനിവിടെ ഈ മെയിൻ ഫയലിൽ ഈ ഒരു സ്റ്റൈൽ ഇത് ലോഡ് ചെയ്യണം ഈ ഒരു എന്താണ് പേജിലോട്ട്. ഇത് ലോഡ് ചെയ്യാനായിട്ട് ഐ ക്യാൻ യൂസ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. ലിങ്ക്. സോ അവിടുന്ന് വാട്ടെവർ ആ ഒരു പേജിൽ അല്ലെങ്കിൽ CSS ഫയലിൽ നിന്നുള്ള ഇങ്ങോട്ട് ലൈക്ക് ഓട്ടോമാറ്റിക്കലി കോപ്പി ആവും. സോ ഇത് സ്റ്റൈൽ ഷീറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സ്റ്റൈൽ ഷീറ്റ്, ദെൻ അതിന്റെ അഡ്രസ് ഓർ ലൊക്കേഷൻ. സോ സിമ്പിളി ഈ HTML ഫയൽ കിടക്കുന്ന അതേ ലൊക്കേഷനിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് style.css എന്ന് കൊടുത്താൽ മതി. സോ ആക്ച്വലി ഇതെന്താ ഈ ടാഗ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CSS ഫയലിൽ പോയി ലോഡ് ചെയ്തിട്ട് മീൻസ് റീഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എക്സാക്ട്ലി ഈ ഒരു പൊസിഷനിൽ സ്റ്റൈൽ ഹെഡിന്റെ അണ്ടറിലായിട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ CSS ഫയൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും, അതുപോലെ HTML ഫയൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഓക്കെ, നമുക്ക് ആ സ്പെസിഫിക് ആയിട്ട് ഒരു ഇതിന് മാത്രമായിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഒന്നുകൂടെ നോക്കാം. അപ്ലൈ ക്ലാസ് നെയിം കൊടുത്തതിന് ശേഷം ഈ ക്ലാസ് നെയിം ഈക്വൽ ടു സം നെയിം കൊടുക്കുക. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇതിന്റെ ID ടാഗിന്റെ അകത്ത് ആ ഒരു ക്ലാസ് നെയിം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ടാഗിന് വേണ്ടി മാത്രമായിട്ട് ഒരു ക്ലാസ് നെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റൈലിംഗ് പറയുന്നിടത്ത് നമ്മൾ ആ ക്ലാസ് നെയിം
ക്ലാസ് എന്താണോ ആ നെയിം കൊടുത്തത് അതിന് മാത്രമായിട്ട് ഒരു സ്റ്റൈലിംഗ് മെൻഷൻ ചെയ്യും. ഓക്കെ.